നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന യുദ്ധ സാഹചര്യം തൽക്കാലം ശാന്തമായത് ഒരു താൽക്കാലിക വെടിനിർത്തൽ എത്തിയതോടെയാണ്. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ നടക്കുന്ന ഈ ചുരുങ്ങിയ സമയം ഇറാൻ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതായത് ഈ വെടിനിർത്തൽ സമയം ഇറാൻ ഭൂഗർഭ മിസൈൽ ബേസുകൾ വീണ്ടും തുറക്കുന്നതായാണ് പുറത്തുവരുന്ന സൂചന. ഇതിന്റെ ഭാഗമായുള്ള ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തെത്തിയിരിക്കുകയാണ്. നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഇത്തരം കേന്ദ്രങ്ങൾ ഇറാൻ പുനരാരംഭിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. 6 ആഴ്ചയോളം നീണ്ട കനത്ത ബോംബാക്രമണത്തിലൂടെ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ അടച്ചിടാൻ എതിർനിര ശ്രമിച്ചതായാണ് പുറത്തുവരുന്ന സൂചന. എന്നാൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച സമയം ഇറാൻ ഈ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുകയാണ്. പുതിയ രഹസ്യാന്വേഷണ കണ്ടെത്തലുകൾ അനുസരിച്ച് ഇറാൻ കേടുവന്ന മിസൈൽ ബങ്കറുകൾ വളരെ വേഗത്തിൽ കേടുപാടുകൾ തീർക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുഎസിന്റെ ഭാഗത്തു നിന്നുമുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും ഒരു വലിയ മിസൈൽ ശേഖരം നിലനിർത്തുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കേന്ദ്രങ്ങൾ ചിലത് ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്ക് ഉള്ളിലായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ സാധാരണ ബങ്കർ തകർക്കുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഈ ഭൂഗർഭ ശൃംഖലകൾ, സംഭരണ സ്ഥലങ്ങൾ, വിക്ഷേപണ കേന്ദ്രങ്ങൾ, മറഞ്ഞിരിക്കുന്ന പുറത്തു കടക്കാൻ വഴിയുള്ള എന്നിവ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാൻ മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അവ വേഗത്തിൽ വിന്യസിക്കുവാനും പിൻവലിക്കുവാനും സാധിക്കും. ഇത് അവയെ കണ്ടെത്താനും നശിപ്പിക്കാനും ഉള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുകയാണ്. നിരവധി ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടതായി യുഎസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു എങ്കിലും യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇറാൻ വ്യാജമായ വിക്ഷേപണ സംവിധാനങ്ങളും മറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായ പരിശോധനയോ വിലയിരുത്തലോ ബുദ്ധിമുട്ടാണ് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത്. പ്രാരംഭ തലത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപണങ്ങൾ കുറഞ്ഞു എങ്കിലും അവ ഇപ്പോഴും തുടരുന്നുണ്ട്. ഡസൻ കണക്കിന് മിസൈലുകൾ ഇടയ്ക്കിടെ വിക്ഷേപിക്കുന്നതും ഇറാൻ ദിവസവും 50 മുതൽ 100 വരെ ഡ്രോണുകൾ മേഖലയിലുടനീളം വിന്യസിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും തടയപ്പെടുകയാണ്. ദീർഘകാല സംഘർഷം നിലനിർത്താനും യുദ്ധാനന്തര ചർച്ചകൾ സ്വാധീനം ചെലുത്താനും പ്രധാനപ്പെട്ട മിസൈൽ ശേഷികൾ സംരക്ഷിക്കുക എന്നതുമാണ് ഇറാന്റെ തന്ത്രമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ആവർത്തിച്ചുള്ള കൃത്യമായ ആക്രമണങ്ങളും തുടർച്ചയായ പ്രവർത്തനങ്ങളും ആവശ്യമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ വിപുലമായ ശൃംഖല കണക്കിലെടുക്കുമ്പോൾ പർവ്വത പ്രദേശങ്ങളുടെ ഉപയോഗം കൂടുതൽ സംരക്ഷണം നൽകുന്നതാണ്. കട്ടിയുള്ള പാറകളുടെ പ്രതിരോധം ശക്തമായ പരമ്പരാഗത ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി കുറയ്ക്കുന്നുണ്ട്. ഇറാന്റെ വിശാലമായ ഭൂമിശാസ്ത്രവും മറഞ്ഞിരിക്കുന്ന മിസൈൽ നഗരങ്ങളുടെ ശൃംഖലയുടെ ഫലമായി അവശേഷിക്കുന്ന ലോഞ്ച് സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായ ഫലം ലഭിക്കുന്നില്ല എന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎസ് വ്യോമാധിപത്യം നിലനിർത്തുന്നുണ്ട് എങ്കിലും ഇറാന്റെ ശേഷികൾ പൂർണ്ണമായി നിർവീര്യമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്.